ഹലോ ഫ്രണ്ട്സ്, ഫ്ലോറൽ ഫ്ലവേഴ്സ് ഓഫ് കേരള എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ വീട്ടിലെ ചെടികൾ പെട്ടെന്ന് വളരാനും ഇഷ്ടംപോലെ പൂക്കൾ ഉണ്ടാവാനും നമ്മൾ പലതരം വളങ്ങൾ നൽകാറുണ്ട്. എന്നാൽ കടയിൽ നിന്ന് വാങ്ങുന്ന രാസവളങ്ങളെക്കാൾ എത്രയോ മടങ്ങ് ഗുണമുള്ള ഒന്നാണ് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്ന ലിക്വിഡ് ഫെർട്ടിലൈസറുകൾ. ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് അടുക്കളയിൽ നിന്ന് നമ്മൾ വെറുതെ കളയുന്ന 3 സാധനങ്ങൾ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ലിക്വിഡ് ഫെർട്ടിലൈസറിനെ കുറിച്ചാണ്. ഇതൊരു ലിക്വിഡ് ഫെർട്ടിലൈസർ ആയതുകൊണ്ട് തന്നെ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഈ ഫെർട്ടിലൈസർ ഉണ്ടാക്കുന്നതിനായി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഉള്ളിത്തൊലി, മുട്ടത്തോട്, പഴത്തൊലി എന്നിവയാണ്. ഈ ലായനി ഉണ്ടാക്കുന്നതിനായി ഒരു പാത്രമെടുത്ത് അതിലേക്ക് ചെറു കഷ്ണങ്ങളാക്കിയ പഴത്തൊലിയും സവാളത്തൊലിയും ഇട്ടുകൊടുക്കാം. ഇതിലേക്ക് കുറച്ചധികം വെള്ളമൊഴിച്ച് പാത്രം മൂടി വെച്ച് തണലത്ത് വയ്ക്കുക. 2 ദിവസത്തിനു ശേഷം ഈ ലായനി അരിച്ചെടുക്കാം. ഇങ്ങനെ അരിച്ചെടുത്ത ലായനിയിലേക്ക് അത്രയും തന്നെ സാധാരണ വെള്ളവും ചേർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ലായനിയിലേക്ക് മുട്ടത്തോട് പൊടിച്ചത് ഇട്ടുകൊടുത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇതൊരു മാജിക് ഫെർട്ടിലൈസറാണ്. ഈ ലായനിയിൽ അടങ്ങിയിരിക്കുന്ന പൊട്ടാസ്യം, കാൽസ്യം, മഗ്നീഷ്യം, ഫോസ്ഫറസ് എന്നിവ ചെടികളുടെ പ്രതിരോധശേഷി നൽകാനും പൂക്കൾ നിറയാനും സഹായിക്കും. കൂടാതെ മുട്ടത്തോട് പൊടി കാൽസ്യത്തിൻ്റെ കലവറയാണ്. ഇത് ചെടികളുടെ തണ്ട് കരുത്തോടെ വളരാനും സഹായിക്കും. ഈ ലായനി നമുക്ക് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നതിന് മുൻപ് ചെടികളുടെ ചുവട് നന്നായി ഇളക്കി കൊടുക്കണം. അതിനുശേഷം ഈ ലായനി ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക. മണ്ണിലെ അസിഡിറ്റി കുറയ്ക്കാനും ചെടികൾക്ക് നല്ല കരുത്ത് നൽകാനും ഇത് സഹായിക്കും. കൂടാതെ ഈ ഫെർട്ടിലൈസർ ആഴ്ചയിൽ ഒരിക്കൽ മാറി മാറി നൽകുന്നത് ചെടികളുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ ഇനി മുതൽ സവാളത്തൊലിയും മുട്ടത്തോടും വെറുതെ കളയല്ലേ. ഇത് പരീക്ഷിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.